CPM പ്രവർത്തകരുടെ ഭീഷണിക്ക് പിന്നാലെ പോലീസുകാരെ സ്ഥലം മാറ്റിയതിൽ സേനയ്ക്കുള്ളിൽ കടുത്ത അമർഷം. തലശ്ശേരി സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റിയ SI-മാരായ അഖിലിനും ദീപ്തിക്കും നൽകിയ ഉപഹാരത്തിലാണ് അതൃപ്തി പരസ്യമാക്കിയത്. ഫെലിക്സ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഈ CPM പ്രവർത്തകരുടെ ഭീഷണിക്ക് പിന്നാലെ പോലീസുകാരെയൊക്കെ സ്ഥലം മാറ്റിയല്ലോ. സേനയ്ക്കുള്ളിൽ ഇതിൽ വലിയ അമർഷവും ഉണ്ട്. എന്താണ് വിശദാംശങ്ങൾ? മോത്തി, ഇന്നലെയാണ് ഈ സ്ഥലം മാറ്റിയ 2 പോലീസുകാർക്കും ഈ ഉപഹാരം നൽകിയത്. ആ ഉപഹാരത്തിലാണ് ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തു കാട്ടിയവർക്ക് സ്നേഹാദരങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ തലശ്ശേരിയിലെ മണ്ണോളിക്കാവിൽ ഉത്സവം നടക്കുന്നതിനിടെയാണ് പോലീസുകാരെ CPM പ്രവർത്തകർ ആക്രമിച്ചത്. മാത്രമല്ല, കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഈ കാവ് പൂട്ടിയിട്ട് പോലീസ് വാഹനത്തിനുള്ളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. അതായത് 82 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ലോക്കൽ സെക്രട്ടറി അടക്കം ഈ കേസിൽ പ്രതിയാണ്. ആ സമയത്ത് ഈ CPM പ്രവർത്തകർ തന്നെ പോലീസിന് നേരെ ഭീഷണി മുഴക്കിയിരുന്നു. അതായത് തങ്ങളാണ് കേരളം ഭരിക്കുന്നതെന്നും തങ്ങളോട് കളിച്ചാൽ ഒരൊറ്റ പോലീസുകാരൻ തലശ്ശേരി സ്റ്റേഷനിൽ കാണില്ല എന്നും. ഈ സംഭവത്തിന് ശേഷം ഏതാണ്ട് 3 ആഴ്ച പിന്നിടുമ്പോഴാണ് തലശ്ശേരി സ്റ്റേഷനിലെ 2 SI-മാർക്ക് അഖിലിനും ദീപ്തിക്കും സ്ഥലമാറ്റം നൽകിയത്. ഈ സ്ഥലമാറ്റം തന്നെ വലിയ വിവാദമാക്കി. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയം നോട്ടീസ് നിയമസഭയിൽ നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരമാണ് ഇവർക്ക് യാത്രയപ്പ് നൽകിയത്. ആ യാത്രയപ്പ് യോഗത്തിലാണ് പോലീസുകാർക്കിടയിൽ തന്നെ ഈ സ്ഥലം മാറ്റത്തിലെ അതിർത്തി പരസ്യമാകുന്നത്. അതായത് ഇരുവർക്കും നൽകിയ ഉപഹാരത്തിൽ തന്നെ ഇങ്ങനെ ഒരു എഴുത്ത്, അത് സ്വാഭാവികമായും വരുന്നതല്ല, പക്ഷേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ്. ഈ ഉപഹാരത്തിൽ ഇങ്ങനെ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്തു കാട്ടിയവർക്ക് സ്നേഹാദരങ്ങൾ എന്നെഴുതിയതിനെ നമുക്ക് അങ്ങനെ വേണം വായിച്ചെടുക്കാൻ. ഏതായാലും സേനയ്ക്കുള്ളിൽ തന്നെ കടുത്ത അമർഷമുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവടക്കം വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയതാണ്. അതിന് പിന്നാലെയാണ് പോലീസുകാർക്കിടയിലുള്ള അതിർത്തി